I tried this viral Korean face pack. ഞാൻ ഈ ഫേസ് പാക്ക് ഒക്കെ ഇടാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഇത് സിമ്പിൾ ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. വെറുതെ ആയില്ല, ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഒക്കെ തരാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് ആദ്യം നന്നായി കഴുകുക. റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ കയ്യിലുള്ള റൈസ് എടുക്കാം. അതൊരു 2 to 3 ടൈംസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിലാണെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. റൈസ് വേഗം കുക്കാക്കി കിട്ടാനാണിത്. അതിനുശേഷം ഈ റൈസ് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുമ്പോൾ വെള്ളം കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം കളയരുത്. ചൂടാറിയതിന് ശേഷം ഒരു ബ്ലെൻഡറിലിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഹണി ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഹണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലാണ് യൂസ് ചെയ്യുന്നത്. പാല് തിളപ്പിച്ച് അതിൻ്റെ പാടയൊക്കെ മാറ്റിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, കാരണം എനിക്ക് പിമ്പിൾസ് ഒക്കെ ഉള്ളതാണ്. ഇനി ഈ റൈസ് മിക്സും പാലും കൂടെ മിക്സ് ചെയ്യാം. ഒരു 2 to 5 ടേബിൾ സ്പൂൺസ് ഓഫ് മിൽക്ക് മതിയായിരിക്കും ഈ ഒരു മിക്സിന്. ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ അത്യാവശ്യം ഫ്ലോബിളായിരുന്നു, പക്ഷെ അപ്ലൈ ചെയ്തെടുത്തപ്പോഴേക്കും തിക്കായിട്ട് എനിക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മിൽക്ക് ആഡ് ചെയ്ത് ഒരു ഫ്ലോബിൾ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി മാനേജബിൾ ആണ്. ഫേസിൽ സ്പ്രെഡ് ചെയ്യാനാണെങ്കിലും കുറച്ചുകൂടി എളുപ്പമാണ്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു മോയ്സ്ചറൈസർ ക്രീം ഫേസിലിടണ പോലെയായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് റൈസ് പാക്ക് ട്രൈ ചെയ്യണേ. ഇപ്പം എന്നെ കാണാൻ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ഉണ്ടെന്ന് സൈഡിലിരുന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഇട്ട് കഴിയുമ്പോൾ അമ്മയ്ക്കും കൂടി ഇട്ടതാന്ന് പറഞ്ഞ് അമ്മ വരും. ഇത് ഫേസിൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഇരുന്നാൽ മതി. ഈ ഫേസിലിരുന്ന് ഇത് ഉണങ്ങാൻ പാടില്ല. 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്യണം. അപ്വേർഡ് ഡയറക്ഷനിലാട്ടോ ഫേസ് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കേണ്ടത്. ഡൗൺവേർഡ് ഡയറക്ഷനിൽ നമ്മൾ വൈപ്പ് ചെയ്താൽ ഫേസ് സാഗ് ചെയ്യാൻ കാരണമാവും. ഇതിങ്ങനെ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണ്. വൈപ്പൊക്കെ ചെയ്തെടുത്തപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും ഒരു ഹൈഡ്രേഷനൊക്കെ ഫീൽ ചെയ്യായിരുന്നു. ലാസ്റ്റ് മോയ്സ്ചറൈസർ. ഞാനിവിടെ ബിൽമയുടെ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫേസ് പാക്കിൻ്റെ ഗുണങ്ങളൊക്കെ സ്കിന്നിലേക്ക് സീൽ ചെയ്ത് വെക്കാൻ ഒരു മോയ്സ്ചറൈസർ വേണം. അപ്പോൾ റൈസ് ഫേസ് പാക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.